നമസ്കാരം. നമ്മൾ എന്നും അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയും ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ് ലോകാവസാനം. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾക്കും ഒരു തുടക്കമുള്ളതുപോലെ തന്നെ ഒരു അവസാനവും ഉണ്ടെന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ്. പുരാതന നാഗരികതകൾ മുതൽ ആധുനിക ശാസ്ത്രം വരെ ഈ അന്ത്യത്തെക്കുറിച്ച് വിവിധങ്ങളായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുന്നു. ചിലർ ഇതിനെ ദൈവികമായൊരു തീർപ്പാക്കലായി കാണുമ്പോൾ, ശാസ്ത്രം ഇതിനെ പ്രകൃതിദത്തമായോ അല്ലെങ്കിൽ മനുഷ്യന്റെ തന്നെ ഇടപെടലുകൾ മൂലമോ സംഭവിക്കാവുന്നൊരു മാറ്റമായാണ് വിലയിരുത്തുന്നത്. ആഗോളതാപനം, ആണവയുദ്ധം അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങൾ ലോകാവസാനത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ലോകാവസാനത്തിന് കാരണമായേക്കാവുന്ന ഏറ്റവും ഭയാനകമായ 5 സാധ്യതകളെക്കുറിച്ചാണ്. 6.6 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമി ഭരിച്ചിരുന്ന ഡൈനോസറുകളെ തുടച്ചു നീക്കിയത് ഒരു കൂറ്റൻ ഉൽക്കയായിരുന്നു. അത്തരമൊരു ഉൽക്ക ഇന്നും ഭൂമിയെ ലക്ഷ്യമാക്കി വരാം. കിലോമീറ്ററുകൾ വലിപ്പമുള്ളൊരു പാറക്കഷ്ണം ഭൂമിയിൽ പതിച്ചാൽ അത് സൃഷ്ടിക്കുന്ന പൊടിപടലങ്ങൾ സൂര്യപ്രകാശത്തെ വർഷങ്ങളോളം തടയും. ഇത് സസ്യങ്ങളുടെ നാശത്തിനും തുടർന്ന് സകല ജീവജാലങ്ങളുടെ അന്ത്യത്തിനും കാരണമാകാം. അഗ്നിപർവ്വത സ്ഫോടനം. നമ്മൾ കാണുന്ന സാധാരണ അഗ്നിപർവ്വതങ്ങളല്ല ഇവ. അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ പോലുള്ള സൂപ്പർ വോൾക്കാനോകൾ പൊട്ടിത്തെറിച്ചാൽ ലക്ഷക്കണക്കിന് ടൺ ചാരവും വിഷവാതകവും അന്തരീക്ഷത്തിൽ നിറയും. ഇതൊരു വോൾക്കാനിക് വിന്റർ സൃഷ്ടിക്കുകയും കൃഷി അസാധ്യമാകുകയും ചെയ്യും. പട്ടിണി മൂലം മനുഷ്യരാശി ഇല്ലാതാകാൻ ഇത് മതിയാകും. അടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമ പോലെ തോന്നാം, പക്ഷെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള ശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള AI സ്വന്തമായി ചിന്തിക്കാൻ തുടങ്ങുകയും മനുഷ്യൻ തങ്ങൾക്കൊരു തടസ്സമാണെന്ന് കരുതുകയും ചെയ്താൽ ഫലം ഭീകരമായിരിക്കും. ടെക്നോളജി ഉപയോഗിച്ച് മനുഷ്യനെ നിയന്ത്രിക്കാനോ ഇല്ലാതാക്കാനോ അവർക്ക് നിമിഷങ്ങൾ മതി. അടുത്തത് മനുഷ്യൻ സ്വയം വരുത്തിവെക്കാവുന്ന വിനയാണ്. ലോകരാജ്യങ്ങൾ കൈവശം വച്ചിരിക്കുന്ന ആണവായുധങ്ങളുടെ ഒരു ചെറിയ ശതമാനം ഉപയോഗിക്കപ്പെട്ടാൽ പോലും ഭൂമിയിലെ ജീവൻ നിലനിൽക്കില്ല. റേഡിയേഷൻ മൂലമുള്ള രോഗങ്ങളും ആണവ ശൈത്യവും ഭൂമിയെ ഒരു ശവപ്പറമ്പാക്കി മാറ്റും. ഇനി നമുക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധ്യത, ഏകദേശം 500 കോടി വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സൂര്യനിലെ ഇന്ധനം തീരുകയും സൂര്യൻ ഒരു റെഡ് ജയന്റായി മാറുകയും ചെയ്യും. അന്ന് സൂര്യൻ വികസിച്ച് ബുധനെയും ശുക്രനെയും കടന്ന് നമ്മുടെ ഭൂമിയെയും വിഴുങ്ങും. അപ്പോഴേക്കും മനുഷ്യർ മറ്റ് ഗ്രഹങ്ങളിലേക്ക് കുടിയേറിയില്ലെങ്കിൽ അത് നമ്മുടെ വംശത്തിന്റെ അവസാനമായിരിക്കും. കേൾക്കുമ്പോൾ പേടി തോന്നുമെങ്കിലും ഇതിൽ ഭൂരിഭാഗവും സംഭവിക്കാൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തേക്കാം. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ഇന്ന് തന്നെ ശ്രമിക്കേണ്ടതുണ്ട്. ഈ ലോകം വരും തലമുറകൾക്ക് കൂടി ജീവിക്കാൻ യോഗ്യമായി നിലനിർത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.